10 ചൊല്ലുമ്പോൾ ഓരോ മുഹറമുടെ 10 ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഓരോ വർഷവും നമുക്ക് മറക്കാനാവാത്ത ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവമുള്ളൂ. അതായിട്ട് കർബലയിലുള്ളത്. ഒരു ഭരണാധികാരി ഇറാഖിൽ അധികാരത്തിൽ വന്ന വളരെ ക്രൂരമായ, വളരെ അഹങ്കാരിയായ ഒരു ഭരണാധികാരിയായിട്ടുണ്ട് യസീദ് ജുൽജാൻ. ആ യസീദ് ജുൽജാൻ ഭരണാധികാരി ഇസ്ലാമികെതിരായിട്ട്, ഇസ്ലാമിക ശരീരത്തിന് എതിരായിട്ട് ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോ അത് അംഗീകരിക്കൊണ്ട് അന്ന് ജീവിച്ചൊരു കൊല്ല് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലി മഹദിയായ ഫാത്തിമ അലി റളിയല്ലാഹു അൻഹുമലെ മോനോ ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചില്ല. അതിന് എതിരായിട്ട് അങ്ങനെ നടപടി ക്രമത്തിന് എതിരായിട്ട് സത്യത്തിൽ മാത്രം ഇതിന്റെ ഒരാളായിരിക്കും ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ വിഷയ നക്ക് എതിരായിട്ട് ഒരാൾ ഉണ്ടോട്ടോ സ്വാർത്ഥത്തോടുകൂടി ഏകാധിപത്യമാക്കിയിട്ട് ഭരണം നടത്തിലെടുക്കത്ത് യസീദിൽ ഉണ്ടായിട്ട് നക്ക് എതിരായിട്ട് ഒരാളോട് ഇങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ആ ഭരണാധികാരി വളരെ തന്ത്രമായ രീതിയിൽ ചതി ഉപയോഗിച്ചിട്ട്, ഭയങ്കര ഹിക്മത്ത് ഉപയോഗിച്ച്, ഒരുപാട് ഐഡിയ ആക്കിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും മദീനത്തുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും അയാളെ ആൾമാരെയും അയാള് ഇറാഖിന് വിളിപ്പാടി. ഇറാഖിന് വിളിപ്പാട്ടിയ ഒരു നല്ല ഉദ്ദേശം കൊണ്ടല്ല, തന്റെ നാള് ഭരണം നടത്തുമ്പോ നാള് ചൊന്നിനക്ക് എതിരായിട്ട് നടന്നേക്കുവാനായിട്ട്, തന്റെ നടപടിക്രമത്തിന് എതിരായിട്ട് നടന്ന വേണ്ടി ഒരു ചതിയിൽ കൂടിയായിട്ട് ആ ഹുസൈൻ റളിയല്ലാഹുവിനെയും കുടുംബത്തെയും ആൾമാരെയും മദീനത്തിൽ നിന്ന് ഇറാഖിലേക്ക് വിളിച്ച് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കേട്ടിട്ട് ഇറാഖിന് പോയിട്ട്, പക്ഷേ അവിടെ നടന്നത് യസീദിന് സൈന്യവും അതേപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അയാളെ ആൾമാറുമായിട്ടുള്ള ഒരു വലിയൊരു യുദ്ധമായിട്ട്, ആ യുദ്ധത്തിന് പേരായിട്ട് കർബല ചൊല്ലിയത്. അതൊരു മുഹറം 10 നടന്നത്. ഇതിൽ നമുക്ക് ചൊന്ന പാഠം പഠിക്കൊണ്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് കണ്ട് ഈ ഒരു സംഭവം നമുക്ക് ആർക്കും മറക്കുകയില്ല. അത്ര വലിയൊരു ദുരന്തമായിട്ട് എങ്ങനെയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നിട്ടുണ്ട ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കാരണം ഈ ലോകത്തെ പലപ്പോഴും കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുള്ളി സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മോനോ, അലി റളിയല്ലാഹു അൻഹയുടെ മോനോ, ഈ ഒരു അഹ്ലുൽ ബൈത്തിലെ നേതാവ്, ഞങ്ങളുടെ നേതാവ് ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല വെച്ചിട്ട് എങ്ങനെ കൊണ്ടുകൊണ്ടുന്ന ഒരിത്തി കണ്ണി പോലും കൊടുക്കാണ്ടായിട്ടിക്കട് കറുത്ത അർത്ഥിനായിട്ടിക്കട് ഞങ്ങളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുനാഫിക്കുകളായ ആൾമാരത്തിലെ ശത്രുക്കളല്ല, ഞങ്ങളെ മുസ്ലിംകളിൽപ്പെട്ട് ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട ആൾമാരായിട്ടിക്കട കറുപ്പുകൾ വെച്ചിട്ട് കറുത്ത അർത്ഥിട്ട് കൊന്ന് ആ കൊല്ലുമയ്ക്ക് മുന്നോട്ട് അയാളെ മാത്രമല്ല കൊന്നേ, അയാളെ 5 മക്കളെയും അവ കറുത്തിട്ട് കൊണ്ടാവാം. ആ 5 മക്കളെ കൊല്ലുമ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു നല്ല നിങ്ങൾ കൊല്ലുമോ? അതൊക്കെ ഒന്നും ബേജാറില്ല. ഈ ഒട്ടുമൊട്ടും തിരിയാത്ത, നിനക്കൊടുപോലും തീരാത്ത ഈ മക്കൾ എന്തൊക്കെ നിങ്ങൾ കൊണ്ടേന്ത് കേൾക്കുമ്പോൾ, കൊള്ളോട് എന്ത് കണ്ട് കേൾക്കുമ്പോ ഏതൊരു മാനവീയതയില്ല, ഏതൊരു കാരണമില്ല, ഏതൊരു മനുഷ്യർക്കും അത് സഹിക്കുന്നതാവാത്തൊരു സംഗതിയായിട്ട് ഉൾപ്പെട്ട് ചൊല്ലിട്ട് തന്നെ കൊള്ളുള്ളൂ. ആ മക്കൾ നിങ്ങൾ കൊള്ളണ്ട. പിന്നെ കൊഞ്ഞു ചൊത്ത് കാണുന്ന പോലെ രീതിയിലായി ചൊത്ത ആ മക്കൾ നിങ്ങൾ കൊള്ളണ്ട. പക്ഷെ ആ കഠോരമായ ഹൃദയത്തിന് മാനവീയതയില്ലാത്ത, കാരണയില്ലാത്ത ആ മനസ്സഭാവ് അത് അംഗീകരിച്ചില്ല, കേൾക്കൊള്ളുന്നില്ല. ഒരു നബിയെ കൊല്ലിന്ന് ചൊല്ലുമ്പോ ഫാത്തിമ റളിയല്ലാഹു ഓരോ ചൊല്ലുമ്പോ തന്റെ ഉടനായിട്ട് ഒരു പുല്ല് ചൊല്ലുമ്പോൾ എതെന്തോ അല്ലാതെ വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാ സാധ്യമില്ല. 5 മക്കളെ കൊണ്ടാണ് പിന്നെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ചിട്ട് കറുത്തറച്ചിട്ട് കൊണ്ടാണ്.
ഈ കൊല്ലുടെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന വഫാത്തായിട്ട് 51 വർഷം കഴിഞ്ഞിട്ടായെങ്കിലും 51 വർഷത്തിന് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ പറക്ക ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു ലഖദ് ദഖല അലയ്യൽ ബൈത മലക്കും എന്റെ മുട്ട ഒരു മലക്ക് വന്ന് ആയിഷ എന്നിട്ട് ആ മലക്ക് വന്നിട്ട് ഇന്ന ഇബ്നക ഹാദാ ഹുസൈനും മഖ്തൂലും ഓ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചൊല്ലുന്നു നബിയെ ഇത് നിങ്ങളുടെ മോൻ ഹുസൈൻ മോൻ ചൊല്ലിക്ക് പുല്ലി ഈ ഹുസൈന് ഒരു കാലത്ത് കൊല്ലപ്പെടുന്നുണ്ട് എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുന്നുണ്ട് 1400 വർഷത്തിൽ മുതൽ അഥവാ ഈ കർബല യുദ്ധ നടക്കലെ കാട്ടി 51 വർഷത്തിൽ മുതൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു അത് 51 വർഷത്തിൽ പിന്നത് യഥാർത്ഥമാവുകയും ചെയ്തു. ഞാനൊരു ചൊല്ലുകൊണ്ട് വന്നിട്ടില്ലേ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിയുടെ പുല്ലി ഈ അഹ്ലുൽ ബൈത്തിന്റെ നേതാവ് അതേപോലെ അയാൾ 5 മക്കളും 6 അഹ്ലുൽ ബൈത്തും അടക്കം 23 ആലയത്തിക്കിടാ കർബലയെ കൊലപ്പെടുത്തിയത്. നിങ്ങൾ നോക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ ഈ കൊലപ്പെടുത്തിയ മുസ്ലിം സമുദായത്തെ ആൾമാരെ മുസ്ലിം നാമധാരികളിൽപ്പെട്ട മുനാഫികളായ ആള് നാളെ സ്വർഗ്ഗത്തിറക്കപ്പെടുത്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർങ്ങനെ നിൽക്കുവാണ്. ഹദീബിൽ നാളെ എത്ര ചൊല്ലുവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കർബല ചെന്നെങ്കിൽ മദീനത്തെ എത്രമാ ദൂര ഇറാഖിലൂടെ മദീനയുടെ നിങ്ങൾ കൊത്തിപ്പോകും. പക്ഷേ ഇന്നത്തെ പോലെ അക്കത്തെ കൊലപ്പെടുത്തിയ നിങ്ങത്തെ തിരിയെടുക്കത്തെ ഒരു മൊബൈൽ സംവിധാനം വാട്സപ്പ് ഫേസ്ബുക്ക് ഫോൺ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. പോസ്റ്റ്മാൻ എത്രമാ നാൾ കഴിഞ്ഞിട്ടേക്ക് തിരിയുടെ അങ്ങനത്തെ ഒരു കാലഘട്ടമായിട്ടുണ്ട്. ആ കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമല പോകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീങ്ങളുടെ മുഫസ്സിരീങ്ങളെ ക്യാപ്റ്റൻ അത്ര വലിയ സ്വഹാബാക്കൾ ഏറ്റവും പവറുള്ള ഒരാളായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയ മുഹറം 10 ജാവ് ഒരു കിനാവ് കണ്ട് ആ കിനാവ് കൊണ്ടുണ്ട